ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഏറ്റവും ആകാംക്ഷയോടെ ഏവരും കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നറായി ജിൻഡോ ബോഡി ക്രാഫ്റ്റ് മാറിയിരിക്കുന്നു എന്നുള്ള ഒഫീഷ്യൽ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. തൻ്റെ തൊട്ടു പിന്നിലുള്ള മത്സരാർത്ഥിയായ അർജുനെ വലിയ മാർജിനിൽ പിന്തള്ളിയാണ് ജിൻഡോ വിജയിച്ചിരിക്കുന്നത്. മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിലും ജിൻഡോയെ പിന്തള്ളാൻ ഒരു മത്സരാർത്ഥിക്കും സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വോട്ടിംഗ് കറക്റ്റ് അക്ഷരം പ്രതി അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഋഷിക്ക് 3% വോട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അഭിഷേക് ശ്രീകുമാർ 14% വോട്ട് നേടുമ്പോൾ ജാസ്മിന് 23% വോട്ട് നേടാനാണ് സാധിച്ചത്. അതുപോലെ തന്നെ റണ്ണറപ്പായ അർജുന് 26% വോട്ട് നേടി ജിൻഡോയ്ക്ക് തൊട്ട് പിറകിൽ ഫിനിഷ് ചെയ്ത്. ഒരുപക്ഷെ ശ്രീതു അർജുൻ കോംബോ തന്നെയാണ് അർജുനെ ഇവിടെ സഹായിച്ചത്. തീർച്ചയായും സെക്കൻഡ് പൊസിഷനിൽ എത്തേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ. എന്നാൽ ജാസ്മിനെ പിന്തള്ളി അർജുൻ 2ാം സ്ഥാനത്തേക്ക് വരുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയെങ്കിലും എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അർജുനാണ് ആദ്യ ദിവസങ്ങളിൽ 3ാം സ്ഥാനം നിന്നത്. എന്നാൽ 2 ദിവസം പിന്നിടുമ്പോൾ ജാസ്മിൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ ജാസ്മിൻ വിന്നറാകും, ജാസ്മിൻ ജിൻഡോയെ മറികടന്നു, അർജുൻ ജിൻഡോയെ മറികടന്നു എന്നൊക്കെയുള്ള വ്യാപകമായ രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ ധാരാളം ആളുകൾ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ജിൻഡോയെ പിന്തള്ളാൻ ഒരു മത്സരാർത്ഥിക്കും സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ആകെ തിരിച്ചടി ഉണ്ടായത് ഞാൻ 4 ദിവസം മുന്നേ സൂചിപ്പിച്ച പോലെ ജാസ്മിനാണ്. ജാസ്മിനെ പിന്തള്ളി അർജുൻ കയറി വന്ന് ആ ഒരു മുന്നേറ്റം ജാസ്മിൻ്റെ ആർമിക്കോ ഈ പറയുന്ന കണ്ണൻ സായിക്കോ അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാമെന്ന ജാസ്മിൻ്റെ ഫാമിലി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും കാണാൻ പറ്റാതെ ആയിപ്പോയി. അവർ പ്രതീക്ഷിച്ചത് ജിൻഡോ മാത്രമാണ് എതിരാളി, ജിൻഡോ എങ്ങനെയും തോൽപ്പിക്കുക, ജിൻഡോയെ അട്ടിമറിച്ച് വിജയിപ്പിക്കുക, അതിനുള്ള കുതന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു. അതിനിടയിലാണ് നമ്മുടെ അർജുൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഒരു ചുഴന്നുകയറ്റമുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ നുഴഞ്ഞു കയറിയാണ് അർജുൻ റണ്ണറപ്പായി മാറിയത്. ഇവിടെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന എവിക്ഷൻ ജാസ്മിൻ്റെ എവിക്ഷൻ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3ാം സ്ഥാനത്തിൽ പുറത്താകുന്ന ജാസ്മിൻ വളരെ വൈകാരികമായാണ് എവിക്ഷനിലൂടെ കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പുറത്താകുന്ന ജാസ്മിനെ ഉൾക്കൊള്ളാൻ ജാഫർക്കോ അല്ലെങ്കിൽ കണ്ണൻ സായി ഉൾപ്പെടെയുള്ള അവരുടെ ഒരു ടീമിനോ സാധിക്കുന്നില്ല. ജാസ്മിനെ പിന്നോട്ടടിക്കാൻ അർജുനെ സേവ് ചെയ്യാൻ വേണ്ടി ശ്രീധുവിനെ ഔട്ടാക്കിയും സിജോയെ ഔട്ടാക്കുകയും ചെയ്തു. അത്തരത്തിൽ ജാസ്മിനെ പിന്നോട്ടടിച്ചു. അതിനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ നടത്തിയെന്നാണ് ജാസ്മിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആരാധകരും ജബ്രി ഫാമിലിയും ഒക്കെ ആരോപിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷയായിരുന്നു വിന്നറാകുമെന്ന് ജബ്രി ഫാമിലികൾക്ക്. മാത്രമല്ല ജിൻഡോയെ പോലുള്ള ഒരാളെ ഒരു തരത്തിലും വിന്നറാക്കാൻ കണ്ണൻ സായി ഉൾപ്പെടെയുള്ള ആളുകൾ അനുവദിക്കത്തില്ല എന്നുള്ള വലിയ വാഗ്ദാനങ്ങളും ജാഫർക്ക് ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് കണ്ണൻ സായി അടക്കം കൈമാറിയിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ജാസ്മിൻ 3ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജാസ്മിന് പിഴച്ച മറ്റൊരു വസ്തുത, ഒരുപക്ഷെ സെക്കൻഡ് പൊസിഷനിൽ വരേണ്ട ജാസ്മിൻ ഗബ്രിയുടെ 2ാമത്തെ ഒരു റീ എൻട്രിയിൽ കുറച്ച് നെഗറ്റീവ് ജാസ്മിന് സംഭവിച്ചു. അതുപോലെ തന്നെ ഈ ജനങ്ങൾ വെറുക്കുന്ന ഈ ഒരു കോംബോയിലൊക്കെ പോയി പെട്ടത് ഗബ്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റസ്മിൻ ബായ് അതുപോലെ തന്നെ കണ്ണൻ സായി ഇത്തരം ആളുകളോടുള്ള ചങ്ങാത്തമാണ് ജാസ്മിന് വിനയാകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ ഊഹാപോഹങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അനാവശ്യമായി ബിഗ് ബോസിന് മേൽ പഴിചാറിയിരുന്ന അഖിൽമാരാർ അല്ലെങ്കിൽ സിബിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അനാവശ്യവാദ പ്രതിവാദങ്ങളുടെ അണ്ണാക്കിലടിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ബിഗ് ബോസ് വളരെ സത്യസന്ധമായി വിധി എഴുതിയിരിക്കുന്നു. ജിൻഡോ എന്ന ഈ സീസണിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെട്ട മെജോറിറ്റി ആളുകളും വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ജിൻഡോ വിന്നറായിരിക്കുന്നു. ജിൻഡോ വിന്നർ പട്ടം ചൂടിയിരിക്കുന്നു. ജിൻഡോ വിജയത്തിന് അർഹനല്ല, ജിൻഡോയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിൻഡോ ഒരു മിസ്റ്റർ ഇന്ത്യ ആയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മിസ്റ്റർ കേരള ആയ ഒരു വ്യക്തിയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി ആക്ച്വലി ജിൻഡോയാണ് ഈ സീസണിൽ. സോ ജിൻഡോ വിജയിച്ചതിൽ ഒരു അത്ഭുതവുമില്ല. മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫിസിക്കൽ ട്രെയിനർ ആയ ഒരു വ്യക്തി കൂടിയാണ്. സോ ജിൻഡോ തീർച്ചയായും ഇത് അർഹിക്കുന്നുണ്ട്. ജിൻഡോയുടെ ഫേക്ക് ഗെയിം കളിച്ചോ അല്ല എന്നൊന്നും അല്ല ഇവിടെ പ്രധാനം. ഈ ഷോയിൽ ജിൻഡോയ്ക്ക് ജനങ്ങളെ ഇഷ്ടപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. മെജോറിറ്റി കുടുംബ പ്രേക്ഷകരടക്കമുള്ള, അതായത് ബിഗ് ബോസ് മലയാളം കൂടുതൽ കാണുന്ന കുടുംബ പ്രേക്ഷകരാണ്. അത്തരം ആളുകളുടെ ഇഷ്ടം ജിൻഡോ നേടിയെടുത്തു, വിജയിയായിരിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ജിൻഡോയ്ക്ക്. വീണ്ടും കാണാം. ബൈ.